ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മൈസൂർ പാലസിനെ കുറിച്ചിട്ടുള്ളതാട്ടോ. മൈസൂരാണല്ലോ നമ്മൾ ഓൾറെഡി ടൂർ വന്നിരിക്കുകയാണ് മൈസൂർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഈ ദിവസത്തിൻ്റെ ഉച്ച വരെയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മൈസൂർ പാലസ് കാണാനാട്ടോ. എന്തായാലും മൈസൂർ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റാണ് ഇവിടെ ഒന്ന് വന്ന് കാണേണ്ടതാണ്. നമ്മൾ ശരിക്കും നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് അറിയുള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോയിലുള്ളതുപോലെ ഒന്നല്ല, നേരിട്ട് നമുക്കത് കാണാൻ. അപ്പോൾ അത്രയും നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മൈസൂർ പോകുന്നുണ്ടെങ്കിൽ മൈസൂർ പാലസ് എന്തായാലും വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്നിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണല്ലോ. ഇപ്പോൾ നമുക്ക് വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ നമുക്ക് ഓൾറെഡി അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ, കാരണം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് വെക്കേഷനിലല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നും വെക്കേഷൻ ടൈമൊന്നും അല്ലാണ്ട് ഭയങ്കര ക്ലാസ്സൊക്കെ ഉള്ള ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇത്രയും തിരക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ല തിരക്കായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് ഉണ്ടാവില്ല ഇത്രയധികം തിരക്ക് എനിക്ക് തോന്നുന്നു. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരുമിച്ച് എന്താ പറയുക ടൂറിസ്റ്റ് ബസ് വന്ന് ഇറങ്ങിയ കാരണം എന്താണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ലോണം കൊത്തുപണിയും തൂണും ഒക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ അവരുപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ. എനിക്ക് ഈ ഒരു പ്ലേസ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കാൻ കൊതിയായി. ആരും അത്ര അധികം ആൾക്കാരൊന്നും ഇല്ല, ഇത്രയും ക്രൗഡൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു. നമുക്ക് അവിടെ ഡാൻസൊക്കെ കളിച്ച് റീലൊക്കെ എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രയധികം നല്ല രസമുണ്ട്. പിന്നെ ഫുൾ കുറേ ചിത്രങ്ങളാണ്. നല്ല രസമാണ് സാധനം ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാൻ. നമുക്കാണെങ്കിൽ നല്ല തിരക്കുമാണ്. ആ തിരക്കൊന്നും അധികം ഇത്രയും ക്രൗഡൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിച്ചതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സ്ഥലം ഇതൊരു വേറൊരു ലോകമാണ്. ഇവിടെ ആണെങ്കിൽ ഫുൾ ഗോൾഡൻ കളറാണ്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്രയും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. ഫുൾ ഒരു ഗോൾഡ് എന്താ പറയുക, ഒരു സ്വർണത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നിന്ന് നമുക്ക് കാണില്ല. ആ ഒരു ശരിക്കും നമ്മുടെ കണ്ണ് ശരിക്കും മഞ്ഞളിച്ച് പോകും. അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു ക്യാമറയിലൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടും. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുഞ്ഞ് വാതിലുകളുള്ളത്. നമ്മൾ ഈ പഴയ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ കാണില്ലേ, കുഞ്ഞ് വാതിലുകളല്ല ഇവിടെ ഉണ്ടാവുക. അതേപോലത്തെ വാതിലുകളാണ് ഇവിടെ മൊത്തം ഉള്ളത്. പിന്നെ കുറേ മുറികളും കാര്യങ്ങളൊക്കെ ഇവർ അടച്ചിട്ടൊക്കെയാണ്. അവിടേക്കൊന്നും നമുക്ക് കിടക്കാൻ പറ്റില്ല. ഒരു മെയിനായിട്ട് നമുക്ക് കാണേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് വാതിലുകളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കാനായാലും ഇങ്ങോട്ട് വരുന്നവർക്കായാലും കുറേ അധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ കുറേ ആൾക്കാരായിട്ട് പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ കുറേ ചിത്രങ്ങളുണ്ട്, ഇഷ്ടംപോലെ ചിത്രങ്ങളും നല്ല രസമായിട്ടുള്ള രാജാക്കന്മാരുടെയും കാര്യങ്ങളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ കണ്ണാടി, അതേപോലെ അവർ ഗോൾഡും സാധനങ്ങളും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളുടെ പെട്ടിയൊക്കെ ഇല്ലേ, എന്താ പറയുക ആഭരണ പെട്ടി, അത് സിൽവറിൻ്റെയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് വരുന്ന സ്റ്റയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കൊത്തുപണി, ഇതിൻ്റെ മുകളിലിട്ടിട്ടുള്ള തട്ടൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങൾ, പിന്നെ മരത്തിൻ്റെ ആയാലും പിന്നെ അങ്ങനെ കുറേ ഇങ്ങനെ കൊത്തുപണി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതൊക്കെ രാജാക്കന്മാരിരുന്ന സ്ഥലമാണ് തോന്നുന്നത്. അതൊക്കെ അവിടെ നല്ല രീതിയിൽ ഈ സെക്യൂരിറ്റിക്കാരൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ സ്ഥലത്തേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലം തിരിച്ചിട്ട് നമുക്കൊരു പാസേജ് മാത്രമേ ഉള്ളൂ. ആ പാസേജിൽ കൂടി ഇങ്ങനെ നടന്ന് കാണാം എന്നുള്ളൊരു കാര്യമുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് രാജാവാണ് അവിടുത്തെ. ഒരു ചെറിയ കുട്ടി എന്നൊക്കെ തോന്നുന്നു നമുക്ക് അവിടുത്തെ രാജാവ്. രാജാവിൻ്റെ ഒരു എന്താ പറയുക, രാജാവ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് സെൽഫിയും വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കണം. നല്ല തിരക്കായത് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ കിട്ടില്ല കേട്ടോ. അത്രയും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വേറൊരു ലോകമാണ്. കാരണം ഇവിടെ കാണാൻ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഗാലറി തോന്നുന്നു. കാരണം ഈ രാജാക്കന്മാർ എന്താ പറയുക നമ്മുടെ ജനങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം തോന്നുന്നു. ഇത് നമുക്ക് ബാഹുബലിയിലൊക്കെ നമ്മൾ കാണില്ല, അങ്ങനത്തെ ഒരു പ്ലേസാണ് തോന്നുന്നു ഇത്. ഇവിടെ ഇങ്ങനെ കുറേ രാജാക്കന്മാരും അവരുടെ വീട്ടുകാരൊക്കെ വന്ന് നിന്നിട്ട് മറ്റേ നമ്മുടെ നാട്ടുകാരൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നു ഈ ഒരു പ്ലേസ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടു. പിന്നെ ഇവിടെ നല്ല രസമാണ്. ഇവിടെ എനിക്ക് കുറേ ആൾക്കാർ സെൽഫിയും വീഡിയോസൊക്കെ എടുക്കേണ്ടി. ഈ ഒരു പോർഷനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ്. ഇവിടെയൊക്കെ ഡാൻസ് കളിച്ച് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. എന്ത് രസമാണ്. According the sunlight, all 5 years color changes. For arranging. After 10 o'clock, after 1 o'clock, after 3 o'clock, and then evening. പിന്നെ ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ലോങ് മിറേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്രയധികം ആൾക്കാരാകുമ്പോൾ നമുക്ക് സെൽഫി എടുത്താലൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ആ മിററിൻ്റെ മുകളിലൊക്കെ ആരോ വന്ന് തൊട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. എന്ത് ഭംഗിയാണ് കാണാൻ.
ഇതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് രസം. പിന്നെ ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ അത് എനിക്കും എന്താ പറയുക ഒരു മെമ്മറി ആണല്ലേ, ഇങ്ങനെ വന്ന് എല്ലാവരും കൂടി വന്ന് കണ്ടതും ഈ ട്രിപ്പ് ഒരു മെമ്മറി ആയിട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും നമുക്കിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വെക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതങ്ങനെ സ്റ്റെയർ ഇറങ്ങി വന്നു. ഇപ്പോൾ ഉള്ളിലത്തെ എല്ലാം ഒരുവിധം നമ്മൾ കണ്ട് പുറത്തേക്ക് വന്നോട്ട് ഇനി പുറത്തെ കാഴ്ചകളാണ്. ഇനിയിപ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ട്. നമ്മൾ വന്നത് ഒരു ശനി ഞായറുമാണ് ലൈറ്റ് ഷോ ഉണ്ടാവുക. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ശനിയാഴ്ച ലൈറ്റ് ഷോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ കൊടുക്കണം. കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു ടിക്കറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കണം. ശനിയാഴ്ച ആണെങ്കിൽ കേട്ടോ. ഞായറാഴ്ച ആണെങ്കിൽ ഫ്രീ ആണെന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും നമുക്ക് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഷോ കാണാൻ പറ്റും. അത് വേറെ കാര്യം. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വേറെ ഫ്രണ്ടിലെ ഗേറ്റിലേക്കാണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കാണാം. ഉള്ളിലത്തെ കുറേയൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ വലിയ മതില കിട്ടിയിട്ടാണ് ഇവർ മൂടിക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എന്നാലും ആ ഒരു ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നമുക്ക് കുറച്ച് ലൈറ്റ് ഷോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായി. പിന്നെ ഇവിടെ ദസറയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈശ്വരാ ഇവിടെ ലൈറ്റ്, ഒരു കുഞ്ഞു ലൈറ്റ് ഇങ്ങനെ കാണാം. നമുക്ക് ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രസം ഉണ്ടാവും. എൻ്റെ പൊന്നു എന്ത് രസമായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേറെ ടിക്കറ്റ് എക്സ്ട്രാ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക്. അപ്പോൾ അവിടെ നിറച്ച് കടകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പണ്ടത്തെ കോയിനും കാര്യങ്ങളൊക്കെ എന്താ പറയുക അങ്ങനത്തെ വിൽക്കണ സ്ഥലം കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അവിടെ ഇങ്ങനെ കമ്മൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങനെ നടന്നു. പിന്നെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറേ കുതിരപ്പുറത്ത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ സവാരി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറിയില്ല. പിന്നെ ഇതാ ലൈറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടു കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് പറയുക കാണാൻ. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ. കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ, നമ്മുടെ വണ്ടിയിലത്തെ ചേട്ടൻ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകാം കേട്ടോ. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതാ പുറത്ത് നിന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ആലോചിക്കുക അപ്പോൾ ഈ ദസറയ്ക്കൊക്കെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ, കാണാൻ എന്ത് ഭംഗി. എനിക്കൊരു സമയം ഈ ദസറ ടൈമിലൊക്കെ ഒന്ന് വന്ന് കാണണമെന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് വന്ന് മിസ് ചെയ്യാണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് ഷോ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് ടൈമിൽ ഇങ്ങനെ വരും. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ലൈറ്റ് വന്ന് ഇങ്ങനെ പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം അതിൽ കിട്ടുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഇനി നമുക്ക് റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ദസറയുടെ തന്നെ എന്താ പറയുക അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല, നല്ല തിരക്കാണ്. പിന്നെ നടന്നൊരു വിധമായിണ്ടല്ലോ. നമ്മൾ ഇന്ന് രാവിലെ തൊട്ടിങ്ങനെ നടക്കാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ ഇനി എന്തായാലും റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം അത്രയും നമ്മൾ ഇച്ചിരി അധികം ടയേർഡായി. നമ്മൾ നേരെ പോയി അപ്പോൾ നന്നായി ഒന്ന് ഫ്രഷായി ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ്. ചപ്പാത്തി, അതേപോലെ ചിക്കൻ വറുത്തത്, കറി, പിന്നെന്താണ് സാലഡൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി വേഗം പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.